ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ഞാനൊരു വീഡിയോ കണ്ടു. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടോ, ഒന്ന് കണ്ടു നോക്കൂ. റൈസി ഗോപാലൻ ഫിലിം നടക്കുമ്പോൾ ദിലീപ് പുഴയിലേക്ക് ചടന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. ആ സീനിൽ ദിലീപ് പുഴയിലേക്ക് ചടിയുമ്പോൾ ആർട്ടുകാർ റോപ്പിട്ട് കൊടുക്കണം ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവരാരും അതിന് തയ്യാറായില്ല. ലാലിപ്പനയുടെ നിർദ്ദേശത്തെ തുടർന്ന് അവരത് ഒഴിവാക്കുകയായിരുന്നു. എന്നിട്ട് മീൻ പിടിക്കാൻ പോണ വള്ളക്കാരാണ് ദിലീപിനെ അന്ന് വെള്ളത്തിൽ നിന്ന് രക്ഷിച്ചെടുത്തത്. അന്ന് ദിലീപിനെ വധിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചാണ്. കണ്ടല്ലോ വീഡിയോ. അതിൽ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്ന് വെച്ചാൽ, ഒരു ആർട്ടിസ്റ്റ് വെള്ളത്തിലോട്ട് ചാടുമ്പോഴോ അല്ലെങ്കിൽ തീയിലോട്ട് ചാടുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ അപകടകരമായ എന്തെങ്കിലും ഒരു റിസ്കി ഷോട്ട് എടുക്കുന്ന സമയത്ത് അവരെ രക്ഷിക്കാൻ ഇറങ്ങുന്ന ആർട്ടുകാരല്ല. അതിന് സ്പെഷ്യലായിട്ട് അതിന് സ്കില്ലുള്ള ഒന്നുകിൽ ഫൈറ്റ് മാസ്റ്റേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഫൈറ്റ് മാസ്റ്റേഴ്സിൻ്റെ അസിസ്റ്റൻസ് ആയിരിക്കും, അതല്ലെങ്കിൽ ആ ലോക്കലിൽ പരിചയമുള്ള, ഇപ്പോൾ വെള്ളത്തിലോ അല്ലെങ്കിൽ കടലിലോ ചാടുകയാണെങ്കിൽ കടലിൽ ചാടി പരിചയമുള്ള ആ ലോക്കലായിട്ടുള്ള ആളുകളെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടാവും. ക്രസി ഗോപാലൻ എന്ന് പറഞ്ഞ സിനിമയുടെ വെള്ളത്തിൽ ചാടുന്ന സീക്വൻസിൽ വെള്ളത്തിലോട്ട് എടുത്ത് ചാടി കയറിട്ട് കൊടുക്കാൻ ആർട്ടുകാരോട് പറഞ്ഞപ്പോൾ ആർട്ടുകാർ സമ്മതിച്ചില്ല, അല്ലെങ്കിൽ അത് ചെയ്തില്ല എന്നാണ് പുള്ളി ഈ വീഡിയോയിൽ പറയുന്നത്. നായകനായിട്ട് അഭിനയിക്കുന്ന ആൾ മരിക്കാൻ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ ചാടുന്ന സമയത്ത് അതിനുള്ള എന്തെങ്കിലും സേഫ്റ്റി സൈഡ് ചെയ്തിട്ടുണ്ടാവില്ലേ, അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടി കമ്പനിയിൽ പറഞ്ഞിട്ടുണ്ടാവില്ലേ? എല്ലാം വേണ്ട കമ്പനി, വേണ്ട പ്രൊഡക്ഷൻ കൺട്രോളുണ്ട്, ഡയറക്ടറുണ്ട്, ക്യാമറാമാനുണ്ട്, ഇവർക്കൊക്കെ അറിയാവുന്ന കേസുകളാണ്. സത്യത്തിൽ ആ സീൻ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ വെള്ളത്തിലോട്ട് ചാടുന്ന സീക്വൻസ് ഉണ്ടായിരുന്നു. ഡ്യൂപ്പിനെ വെക്കാമെന്ന് പറഞ്ഞിട്ട് ഡ്യൂപ്പിനെ കൊണ്ടുവന്ന സമയത്ത് ഡ്യൂപ്പ് വേണ്ട, അദ്ദേഹം തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ചാടിയെന്നാണ് പറയപ്പെടുന്നത്, ആ സിനിമയിൽ വർക്ക് ചെയ്ത ആളുകൾ പറയപ്പെടുന്നത്. പിന്നീട് അയാൾ ചാടി കഴിഞ്ഞതിന് ശേഷം അയാൾ തന്നെ നീന്തിയിട്ട് തൊട്ടടുത്തുള്ള പില്ലറിൽ വന്ന് പിടിച്ച് നിൽക്കുമ്പോഴേക്കും കട്ട് പറഞ്ഞപ്പോൾ തന്നെ ഫൈറ്റേഴ്സ്, കടലിൽ ചാടി പരിചയമുള്ള ഫൈറ്റേഴ്സും അതുപോലെ ലോക്കലിലുള്ള ഫിഷർമാൻ ആളുകളും കുറച്ചുണ്ടായിരുന്നു. അവരെല്ലാം ചാടിയിട്ട് തന്നെയാണ് ദിലീപേട്ടനെ പൊക്കി വീണ്ടും കരയിലോട്ട് കയറ്റിയത്. അതിനു മുമ്പേ ദിലീപേട്ടൻ ആ പില്ലറിൽ കയറി പിടിച്ചു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അല്ലാതെ മീൻ പിടിക്കാൻ പോകുന്ന ആളുകൾ അങ്ങ് ഉൾക്കടലിൽ നിന്ന് വന്നിട്ടല്ല ദിലീപിനെ രക്ഷിച്ചത്. ഈ സിനിമയിൽ പ്രവർത്തിച്ച എല്ലാ ആളുകൾക്കും ആ സീനിനെ കുറിച്ചും അതേപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ട് ധാരണയുണ്ട്. അത് ലോകം തള്ളുക തന്നെയല്ലേ. അപ്പോൾ തള്ളുമ്പോൾ ഒരു പരിധി നോക്കി തള്ളുക. ഓക്കെ.